മെയ് 30 എല്ലാവർക്കും ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്, രക്തസാക്ഷി. ജനനം 1412 ജനുവരി 6 ഫ്രാൻസിൽ. മരണം 19 വയസ്സിൽ 1431 മെയ് 30. വടക്ക് കിഴക്കൻ ഫ്രാൻസിലെ ഷാംപെയിൻ ജില്ലയിലുള്ള ഡോറേമി ഗ്രാമത്തിൽ ഒരു കർഷകൻ്റെ മകളായാണ് ജോവാൻ ജനിച്ചത്. പിതാവ് ജാക്കസ് ഓഫ് ആർക്ക് ഒരു കർഷകനും അവിടുത്തെ ഡോയൻ എന്ന സ്ഥാനമുള്ളയാളും ആയിരുന്നു. നികുതി പിരിക്കുന്ന ജോലിയാണ് ഡോയന്മാർ കൈകാര്യം ചെയ്തിരുന്നത്. അമ്മ ഇസബെല്ല റോമയി റോമിലേക്ക് തീർത്ഥാടനം നടത്തിയതിനാൽ റോമയി എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഒരു സ്ത്രീയായിരുന്നു. കാലികളെ മേയിച്ചും കൃഷിയിൽ സഹായിച്ചും അവൾ വളർന്നു. സ്കൂളിൽ പോകാനോ എഴുത്തും വായനയും പഠിക്കുവാനോ ജോവാന് കഴിഞ്ഞില്ല. അവൾ ജനിക്കുന്ന കാലത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ശതവത്സര യുദ്ധം എന്ന അതിദീർഘ യുദ്ധം നടക്കുകയായിരുന്നു. 13 വയസ്സ് മുതൽ അവൾക്ക് വിശുദ്ധരുടെ വെളിപാട് കിട്ടിത്തുടങ്ങിയിരുന്നു. സ്വർഗത്തിലെ സൈന്യാധിപനായ വിശുദ്ധ മിഖായേൽ മാലാഖയും ക്രിസ്തുമതത്തിനു വേണ്ടി രക്തസാക്ഷികളായ വിശുദ്ധ കാതറിൻ, വിശുദ്ധ മാർഗരറ്റ് എന്നിവരുടെ ദർശനവും അവൾക്ക് ലഭിച്ചിരുന്നു. അതനുസരിച്ച് ഇംഗ്ലീഷുകാരെ തുരത്താനായി ഈ വിശുദ്ധർ തന്നോട് ആവശ്യപ്പെടുന്നതായി അവൾ മറ്റുള്ളവരോട് പറഞ്ഞു. ഇത്തരം വെളിപാടനുസരിച്ച് കിട്ടിയ സന്ദേശം എത്തിക്കാനായി ഫ്രഞ്ച് രാജാവിനെ മുഖം കാണിക്കുവാൻ അവൾ താൽപ്പര്യപ്പെട്ടുവെങ്കിലും ഫ്രഞ്ച് പ്രഭുവായ റോബർട്ട് ഡെ ബാദ്രിക്കാറ്റ് അവളെ പരിഹസിച്ച് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ ദൃഢനിശ്ചയക്കാരിയായ ജോവാൻ സ്വാധീനശേഷിയുള്ള ചിലരുടെ സഹായത്തോടെ അതിനുള്ള വഴി കണ്ടെത്തി. അവൾ രാജസഭ മുൻപാകെ ഓർലിയൻസ് നഗരത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ ഫലത്തെപ്പറ്റി അതിശയിപ്പിക്കുന്ന ഒരു പ്രവചനം നടത്തുകയുണ്ടായി. പ്രവചനം സത്യമാണെന്ന് യുദ്ധമുന്നണിയിൽ നിന്ന് വിവരം ലഭിച്ച റോബർട്ട് പ്രഭു ചാൾസ് 7 കാണുവാൻ അവളെ അനുവദിച്ചു. ജോവാനുമായി സംസാരിച്ച ജോവാൻ ചാൾസിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. കുറേയൊക്കെ അവളെ വിശ്വസിക്കുവാൻ ചാൾസ് രാജാവ് നിർബന്ധിതനായി തീർന്നു. ഓർലിയൻസിൽ ഏറ്റ കനത്ത പരാജയത്തിൽ നിന്ന് പട്ടാളക്കാർക്ക് സഹായമായി ചാൾസ് 7 അമ്മായിയമ്മ യൊലാണ്ട ഒരു ചെറിയ ദൗത്യവുമായി പോവുകയായിരുന്നു. ജോവാൻ ആ ദൗത്യത്തിൽ ചേരണമെന്നും അതിനായി ഒരു മാടമ്പിയുടെ വേഷങ്ങൾ അണിയാൻ അനുവദിക്കണമെന്നും രാജാവിനോട് അഭ്യർത്ഥിച്ചു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ലഭിച്ച പടച്ചട്ടയും ആയുധങ്ങളും ഏന്തി ഒരു ആൺമാടമ്പിയായി അവൾ സൈന്യത്തിന് അകമ്പടി പോയി. ജോവാനും കൂട്ടരും 1449 ഏപ്രിൽ 29 ഓർലിയൻസിലെ കോട്ടയിൽ എത്തിച്ചേർന്നു. എന്നാൽ രാജാവ് കൽപ്പിച്ച പോലുള്ള ഒരു ബഹുമാനം നൽകുവാൻ അവിടുത്തെ സേനയുടെ ചുമതലയുണ്ടായിരുന്ന ഴാൻ ഡി ഓർലിയാൻ വിസമ്മതിച്ചു. അവർ അവളെ സൈന്യത്തിൻ്റെ പ്രധാന സംഗതികൾ അറിയിക്കാതെയും സമിതിയിൽ ചേർക്കാതെയും അകറ്റി നിർത്തി. എന്നാൽ പിൻവാങ്ങാൻ ജോവാൻ തയ്യാറല്ലായിരുന്നു. അവൾ സൈന്യത്തിൻ്റെ എല്ലാ സംവാദങ്ങളിലും അവളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊന്നും ഇത് ആരും വകവച്ചിരുന്നില്ലെങ്കിലും പിന്നീട് അതിൽ കാര്യമുണ്ടെന്ന് പലർക്കും തോന്നിത്തുടങ്ങി. അവളുടെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്ത ഫ്രഞ്ചുകാർക്ക് അത്ഭുതപൂർവമായ ഫലം കിട്ടിത്തുടങ്ങി. ഒരു സംഘം ഫ്രഞ്ച് സൈന്യത്തെ അവൾ നയിച്ചു. അവൾക്ക് പരിക്കേറ്റിട്ടും പിന്മാറാതെ പൊരുതി. ഇത് സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരു വനിതയാണ് തങ്ങളെ നയിക്കുന്നത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അവളുടെ ധീരോദാത്തമായ പോരാട്ട നേതൃത്വത്തെ ഇംഗ്ലീഷുകാരെ അവിടെ നിന്ന് തുരത്തുവാൻ അവർക്ക് സഹായകമായി തീർന്നു. താമസിയാതെ ഓർലിയൻസ് നഗരം അവർ തിരിച്ചുപിടിച്ചു. ഈ ജയത്തോടെ ജോവാൻ ഓർലിയൻസിൻ്റെ കന്യക, മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അന്ന് ജോവാനിന് 17 വയസ്സായിരുന്നു. 1337 1453 ഇടയ്ക്ക് തെക്ക് കിഴക്കൻ ഫ്രാൻസിലെ ഫലഭൂയിഷ്ടമായ അക്വിറ്റർ പ്രദേശങ്ങൾക്കായി ഫ്രഞ്ച് ഇംഗ്ലീഷ് സേനകൾ പലവട്ടം യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധസമയത്ത് നേതാവില്ലാതെ പറഞ്ഞ സ്വന്തം സൈനികർക്ക് ആണിൻ്റെ വേഷത്തിലെത്തി അവർക്കെല്ലാം പ്രചോദനം നൽകി. 1431 മെയ് 30 19 വയസ്സിൽ ജോവാനിനെ ശത്രുക്കൾ പിടിച്ച് ദുർമന്ത്രവാദിനി എന്ന് മുദ്രകുത്തി വിചാരണ ചെയ്ത് ചുട്ടുകൊന്നു. എന്നാലും മരണശേഷവും അവർ പകർന്നു നൽകിയ പ്രചോദനം ദീർഘകാലം നിലനിന്നു. ഇന്നും അവരെക്കുറിച്ച് അഭിമാനത്തോടെയാണ് ഫ്രഞ്ചുകാർ ഓർക്കുന്നത്.
1909 ഏപ്രിൽ 18 പയസ് 10 മാർപ്പാപ്പ ജോവാനിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 24 വർഷത്തിനു ശേഷം ബെനഡിക്ട് 15 മാർപ്പാപ്പ ജോവാനിൻ്റെ അമ്മയുടെ ശ്രമഫലമായി വീണ്ടും അവളുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുകയും 1920 മെയ് 16 വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 9-10 വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിചിന്തനം: കർത്താവിൻ്റെ മക്കളെ തോൽപ്പിക്കുവാൻ വേണ്ടി ഭയപ്പെടുത്തുന്ന അനേകം വ്യക്തികളും സാഹചര്യങ്ങളും കടന്നു വന്നേക്കാം. എങ്കിലും നാം ഉറച്ചു വിശ്വസിക്കണം, നാം നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെയെങ്കിൽ പരാജയം നമുക്കല്ല, നമ്മളെ എതിർക്കുന്നവർക്കായിരിക്കും. സുവിശേഷത്തെ പ്രതി യഹൂദരിൽ നിന്ന് കഠിനമായ തിരസ്കരണവും വേദനകളും അനുഭവിച്ചപ്പോൾ പൗലോസ്ലീഹ നിരാശനായി. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. ഇന്ന് നാം നിരാശയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുവോ? എങ്കിൽ അവരോട് പറയാം വിശുദ്ധ പൗലോസിൻ്റെയും വിശുദ്ധ ജോവാൻ്റെയും ജീവിതത്തെക്കുറിച്ച്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് പരാജയമില്ല, അവർ എപ്പോഴും വിജയികളാണ്.